35 ലക്ഷം രൂപയ്ക്ക് 4 റൂമുകളോട് കൂടിയ ഫുള്ളി കണ്ടംപററി വിത്ത് സ്ലോ പ്രൂഫ് സ്റ്റൈലുള്ള ഒരു വീട് കേരളത്തിൽ എവിടെയും നിർമ്മിക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ചോദിക്കും ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്. കുറച്ചുകൂടി അറിയാവുന്നവരാണെങ്കിൽ ചോദിക്കും ഇതിന് ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വീട് കയറ്റാൻ ഉദ്ദേശിക്കുന്നവരാണോ അതുപോലെ വീട് കയറ്റിക്കൊണ്ടിരിക്കുന്നവരാണോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. വീടിനെ പറ്റിയുള്ള ബഡ്ജറ്റും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളി ക്ലിയർ ആവുന്നതാണ്. എപ്പോഴും നമ്മളെ വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് നമ്മളുടെ പ്ലാനിൻ്റെ സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ സെലക്ഷനുമാണ്. അപ്പോൾ പല ടൈപ്പിലുള്ള മെറ്റീരിയൽ, ഇപ്പോൾ ഫൗണ്ടേഷൻ മുതൽ ഫിനിഷിംഗ് വർക്ക് വരെ നമുക്ക് ബഡ്ജറ്റായിട്ടും അതുപോലെ തന്നെ ഏറ്റവും കുറവ് എമൗണ്ടിലും സെലക്ട് ചെയ്യാവുന്ന മെറ്റീരിയലും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വാൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെട്ടുകല്ലിൽ ചെയ്യാം അല്ലെങ്കിൽ സിമെൻറ്റ് ബ്ലോക്കിൽ ചെയ്യാം. രണ്ടും തമ്മിൽ ഒരു 20% ഡിഫറൻസ് എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ മെറ്റീരിയൽസിൻ്റെ കാര്യം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫുള്ളി കണ്ടംപററി വിത്ത് സ്ലോ പ്രൂഫ് സ്റ്റൈലുള്ള ഈ ഒരു വീട് കേരളത്തിൽ എവിടെയും 35 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും ഈ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈൻ എല്ലാം ചെയ്യുമ്പോൾ റേറ്റ് പറയുന്നത് എപ്പോഴും ഫുൾ കോൺട്രാക്റ്റ് അല്ല, വർക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് മെറ്റീരിയൽ ക്ലയൻറ്റ് കൊടുത്ത് ചെയ്യിക്കുമ്പോഴുള്ള റേറ്റ് ആണ്. എപ്പോഴും ഒരു 20% പ്രോഫിറ്റ് ഏതൊരു കോൺട്രാക്ടർക്കും കിട്ടുന്നതാണ് ഏതൊരു കൺസ്ട്രക്ഷൻ വർക്കിലും. അങ്ങനെ വർക്ക് കോൺട്രാക്റ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ ഒരു 20% ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എഞ്ചിനീയറെ സൂപ്പർവിഷൻ ചാർജ് കൊടുത്തിട്ട് നിർത്തി കഴിഞ്ഞാൽ പ്രോഫിറ്റും അതുപോലെ തന്നെ വർക്ക് ക്വാളിറ്റിയും 100% ഉണ്ടാവുന്നതാണ്. ആദ്യം ഇനി ഈ ഒരു 3D എലിവേഷൻ്റെ പ്ലാൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. 2000 സ്ക്വയർ ഫീറ്റിൽ 4 റൂമുകളോട് കൂടിയ വീടിൻ്റെ പ്ലാനാണ് സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു പ്ലാനിനെ പറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. സിറ്റ് ഔട്ടിൻ്റെ വിഡ്ത്ത് വരുന്നത് 320 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ തന്നെ 5 അടി നീളവുമാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. എൽ ഷേപ്പിലായി 6 സീറ്ററോട് കൂടിയ ലിവിങ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വാളിലായി ഒരു TV യൂണിറ്റും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലിവിങ് ഡൈനിങ് പാർട്ടീഷൻ ഡിസൈൻ നമുക്ക് മൾട്ടിവുഡിലുള്ള വർക്ക് നൽകി ഇവിടുന്ന് ഒരു 1.2 മീറ്റർ ഗ്യാപ്പ് ഇട്ട് ബാക്കി ചെയ്യാവുന്നതാണ്. സിറ്റ് ഔട്ട് ലിവിങ് വിൻഡോസ് നൽകിയിരിക്കുന്നത് സിംഗിൾ പാനൽ 60 സെൻറ്റിമീറ്റർ ബൈ 180 സെൻറ്റിമീറ്ററിൻ്റെ ഫുൾ വിൻഡോ 2 റൈറ്റ് സൈഡിലായി ഒരു 3 പാളി വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഈ ഒരു 3 പാളി കാർ പോർച്ച് ഏരിയയും റൈറ്റ് സൈഡിൽ നൽകിയിരിക്കുന്നു. ഈ ഒരു കാർ പോർച്ച് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 2000 സ്ക്വയർ ഫീറ്റ് വരുന്നത്. ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 12x15 ഫീറ്റിന് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 12 അടി വീതിയും അതുപോലെ തന്നെ നീളം ഇതുവരെയ്ക്ക് 14 അടി, പിന്നെ ഒരടി അപ്പുറത്തേക്ക് കൂടിയും കൂട്ടിയ ടോട്ടൽ 15 അടിയാണ് നീളം വരുന്നത്. 6 സീറ്ററോട് കൂടിയ ഡൈനിങ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. കിച്ചൺ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിച്ചൺ നൽകിയിരിക്കുന്നു. ഓപ്പൺ കിച്ചണായിട്ട് മോഡലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് 2 സീറ്ററോട് കൂടിയ കൗണ്ടർ സ്പേസ് എല്ലാം നൽകി 5x10 വീതിയും അതുപോലെ തന്നെ 12 അടി നീളവുമാണ് നൽകിയിരിക്കുന്നത്. എൽ ഷേപ്പിലായി ഇതുപോലെ കൗണ്ടറെല്ലാം അറേഞ്ച് ചെയ്ത് ഇവിടെ സ്റ്റൗവും സിങ്കും കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ ഫ്രിഡ്ജെല്ലാം സെറ്റ് ചെയ്യാനുള്ള അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കിച്ചണിൽ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തത് നടുക്ക് ഇതുപോലെ ഐലൻഡ് കിച്ചൺ മോഡലായിട്ടാണ്. അടുത്ത വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനൽ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. 2 ബെഡ്റൂമും അത്യാവശ്യം വലുപ്പമുള്ള 11x12 ഫീറ്റിൻ്റെ ബെഡ്റൂംസും അതുപോലെ തന്നെ 2 ബാത്റൂമും നൽകിയിരിക്കുന്നത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിൽ വീതി കുറഞ്ഞ് നീളം കൂടിയിട്ടാണ്. ഈ ഒരു ചെറിയ ബെഡ്റൂമിലെ ബാത്റൂം അടുത്തായിട്ട് ഒരു ഡ്രസ്സിങ് സ്പേസും നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്കൊരു 2 ഡോർ വാർഡ്രോബ് എല്ലാം നൽകി കഴിഞ്ഞാൽ ഈ ഒരു റൂമിൻ്റെ അകത്ത് വാർഡ്രോബ് സ്പേസ് നൽകേണ്ട ആവശ്യമില്ല. ബാത്റൂം നൽകിയിരിക്കുന്നത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലാണ്. വാഷ് ബേസിനും WC അതുപോലെ തന്നെ ഷവർ ഏരിയ സെപ്പറേറ്റ് പാർട്ടീഷൻ നൽകി ചെയ്യാവുന്ന തരത്തിലാണ് വീതി നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സെയിം ബെഡ്റൂമിൻ്റെ മേലെ തന്നെ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു അപ്പർ ലിവിങ് സ്പേസും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലിവിങ്ങിൻ്റെ ടോപ്പ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലിവിങ്ങിൻ്റെ ടോപ്പ് ഗ്രൗണ്ട് ഫ്ലോറിലെ സ്ലാബ് ക്യാൻസൽഡ് ആണ്. അപ്പോൾ നമുക്കൊരു ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ ഒരു വീട് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 2000 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതുപോലത്തെ പ്ലാനും 3D എല്ലാം നമ്മൾ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഒറിജിനലി കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ.
ഈ ഒരു വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഇവിടെയായി 2 വിൻഡോ റൈറ്റ് സൈഡ് നീങ്ങിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ബെഡിൻ്റെ ഹെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നമുക്കൊരു ഇൻറ്റീരിയറിൽ ഡിസൈൻ ചെയ്യാവുന്ന തരത്തിൽ റൈറ്റ് സൈഡിലേക്ക് നീക്കിയിട്ടാണ് ഈ ഒരു വിൻഡോ നൽകിയിരിക്കുന്നത്. ആ ഒരു വിൻഡോന് ചുറ്റുമായി ഒരു ഷോ വാള് നൽകിയിരിക്കുന്നു, ലെഫ്റ്റും റൈറ്റും. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂംസിൻ്റെ ടോപ്പിലായി ഇവിടെയാണ് മെയിൻ സ്ലാബ് വരിക. മെയിൻ സ്ലാബിൻ്റെ ടോപ്പിലേക്ക് പാരപ്പറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ടോപ്പിൽ ഒരു 1 സൈഡ് സ്ലോപ്പായിട്ടാണ് നൽകിയിരിക്കുന്നത് റൂഫ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിലെ ലെഫ്റ്റ് ആയിട്ട് ഒരു ഷോ വാള് നൽകി ഷോ വാള് കണക്ട് ചെയ്തിട്ട് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ലിവിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പ്ലാനിൽ കണ്ട പോലെ തന്നെ കാർ പോർച്ച്, അതായത് ഇവിടെ നിന്നാണ് വീടിൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് തന്നെ കയറി നിൽക്കാവുന്ന തരത്തിൽ റൈറ്റ് സൈഡിൽ ഒരു എലിവേഷനോട് യോജിക്കുന്ന തരത്തിൽ ഒരു റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ടുള്ളൊരു സ്ലോപ്പ് റൂഫായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്ലോപ്പ് റൂഫിൻ്റെയും ഈ ഒരു സ്ലോപ്പ് റൂഫിൻ്റെയും സെൻറ്റർ ഡിസൈൻ സെയിം ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു ഡബിൾ ഹൈറ്റിൻ്റെ ടോപ്പിലായിട്ടും ഇതുപോലെ സ്ലോപ്പ് റൂഫ് നൽകി കണക്ട് ചെയ്തിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്ലോപ്പ് റൂഫ് നമ്മൾ മെയിൻ സ്ലാബ് നൽകാതെ സ്ലോപ്പായിട്ട് തന്നെയാണ് മെയിൻ സ്ലാബ് നൽകിയിരിക്കുന്നത്. സാധാരണ ഇപ്പോഴത്തെ ഡിസൈനുകളിൽ നമ്മൾ മെയിൻ സ്ലാബ് എല്ലാം നൽകി അതിൻ്റെ ടോപ്പിലായിട്ടാണ് സ്ലോപ്പ് റൂഫ് നൽകുക. അപ്പോൾ ഒന്നുകൂടി ഹൈറ്റ് ഫീൽ ചെയ്യും. ഇത് ഡയറക്റ്റ് കോൺക്രീറ്റിംഗ് വർക്കാണ് സ്ലോപ്പ് റൂഫായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ക്ലാഡിംഗ് സ്റ്റോൺ വർക്കാണ് സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് മുതൽ, അതായത് ഡൈനിങ്ങിൻ്റെ ഫ്രണ്ട് മുതൽ ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ബെഡ്റൂമിൻ്റെ വിൻഡോസിൻ്റെ ഇടയിലും ആ ഒരു സെയിം ക്ലാഡിംഗ് നൽകിയിരിക്കുന്നു. പിന്നുള്ളത് ഗ്രൂ ലൈൻ നൽകി പെയിൻറ്റിംഗ് വർക്കാണ് 2 സൈഡിലും നൽകിയിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ 3D ഡിസൈൻ എല്ലാം ചെയ്യുമ്പോൾ ഈ ഒരു കളറോ കാര്യങ്ങളോ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കി ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് തന്നെ വീട് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഒരു വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് ആ ഒരു വീടിൻ്റെ മെറ്റീരിയൽ സെലക്ഷനും അതുപോലെ തന്നെ പ്ലാനും 3D എലിവേഷനും വെച്ചിട്ടാണ്. ഇപ്പം നോർമലി നമ്മൾ ബ്ലോക്ക് വർക്കിൽ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വെട്ടുകല്ല് യൂസ് ചെയ്യാറുണ്ട്, ലാറ്ററൈറ്റ് സ്റ്റോൺ. അതുപോലെ തന്നെ നമുക്ക് വെട്ടുകല്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിമൻറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സിമൻറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ വെട്ടുകല്ലിൻ്റെ അപേക്ഷിച്ചിട്ട് ഒരു 30 രൂപ 40 രൂപ വ്യത്യാസം വരും. ഓക്കെ, ഒരു ബ്ലോക്കുമ്പോൾ ഒരു 30-40 രൂപ വ്യത്യാസം വന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു 50,000 ഡിഫറൻസ് വരും. അപ്പോൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളുടെ ബഡ്ജറ്റ്. ഇപ്പോൾ മരത്തിൻ്റെ പോലെ തന്നെ സ്റ്റീലിനും ഒരേ റേറ്റാണ് വരുന്നത്. സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് മരത്തിൻ്റെ യൂസ് ചെയ്യുന്നതായിട്ട് കുറവ് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ആഞ്ഞില അല്ലെങ്കിൽ കരുവേലകൊക്കെ യൂസ് ചെയ്തിട്ട് മരത്തിൻ്റെ കട്ടില കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ വരുന്ന റേറ്റിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ മരം തന്നെ സെലക്ട് ചെയ്യായിരിക്കും, അത്യാവശ്യം ട്രീറ്റ് ചെയ്ത മരം സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ മെയിൻ ഡോറ് കാര്യങ്ങളല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂം ഡോറൊക്കെ എപ്പോഴും വർക്ക് ഫിനിഷ് ആവുന്ന നേരം, അതായത് പ്ലാസ്റ്റർ വർക്കിന് ശേഷം നമ്മളെ യൂട്യൂബ് ചാനൽ നൽകിയിട്ടുണ്ട്. നമ്മൾ കട്ടില ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ വരുന്നതിൽ നിന്ന് കുറവും കിട്ടും. ഇപ്പോൾ മെയിൻ ഡോറ് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു മെയിൻ ഡോറ് ഇപ്പോൾ ഈ ഒരു 3D എലിവേഷൻ നൽകിയിരിക്കുന്ന മെയിൻ ഡോറ് ചെയ്യാൻ നമുക്ക് തേക്കിൽ തന്നെ നോർമലി 6 ഇഞ്ചിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 30,000-40,000 രൂപയാണ് റേഞ്ച് വരുള്ളൂ. കട്ടിലയും ഡോറും അടക്കം അത്രയാണ് റേഞ്ച് വരുള്ളൂ. അത് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ ഒരു മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും.